അപ്പോൾ ഗൈസ് നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോവാം. ഇത് കുറച്ച് ദിവസത്തെ വീഡിയോസ് ഉണ്ട് കേട്ടോ. ചെറിയ വീഡിയോ ആണെങ്കിലും കുറച്ച് നമ്മൾ ഓണത്തിനൊക്കെ മുന്നെടുത്തുള്ള വീഡിയോ ആട്ടെ ഇത്. ചീരും ഉണ്ണികളൊക്കെ കൂടി വന്നിട്ടുണ്ടായിരുന്നു ഒരു ദിവസം. അപ്പോൾ നമ്മളെ പുഴക്കടവിലേക്ക്, അതായത് ചീരുൻ്റെയും സനുവിൻ്റെ ഒക്കെ വീട് ഈ ഭാഗത്ത് തന്നെയായിരുന്നു കേട്ടോ ചെറുപ്പത്തിൽ. പിന്നെയാണല്ലോ മാറി ഞങ്ങൾ പുക്കളങ്ങരയ്ക്ക് വന്നതും അങ്ങനെയൊക്കെ കേട്ടാ. അപ്പോൾ ഈ ഭാഗത്തൊക്കെ വന്നിട്ട് കുറേ നാളായിട്ടുണ്ട്. സനു പിന്നെയും ഇടയ്ക്ക് ഞാൻ എന്താ പറയുക നാട്ടിൽ വരുമ്പോഴൊക്കെ വരാറുണ്ട്. ചീരു വന്നിട്ട് കുറേ നാളായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളൊന്ന് ആ ഭാഗത്തേക്കൊക്കെ പോയതാണ്. അപ്പോൾ ഇത് കഞ്ഞുണ്ണിയെന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ നോക്കിയതായിട്ട് നമ്മൾ എണ്ണയൊക്കെ കാച്ചില്ലേ, അപ്പോൾ അതവിടെ കുറേ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പൊട്ടിക്കൊന്നും ചെയ്തില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ചീരു പറഞ്ഞ് കഞ്ഞുണ്ണിയെന്ന് പറഞ്ഞാൽ പിള്ളേരൊക്കെ ആദ്യമായിട്ട് കേൾക്കാണല്ലോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അവിടെ കുറച്ച് നേരം നിന്നുണ്ട്. അപ്പോൾ ആ ഭാഗത്ത് കുറച്ച് ഞാൻ ഇന്ന് പോകുമ്പോൾ അവിടെ ആൾക്കാരൊന്നും അങ്ങനെ ഉണ്ടാവാറില്ല. അപ്പോൾ ഇന്ന് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം അങ്ങനെ പോകുന്നു കേട്ടോ. ഇത് വേറൊരു ദിവസത്തെ വിശേഷമാണ്. അതായത് നമ്മൾ ഓണം ഉണ്ടല്ലോ, ഓണത്തിൻ്റെ അടുത്ത് കണ്ടിട്ട് ഉള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പം എൻ്റെ അച്ഛൻ്റെ വക നമ്മൾ ഓണക്കോടി ഉണ്ടായിരുന്നു കേട്ടോ. 3 പേർക്ക് അച്ഛൻ ഓണക്കോടി എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ ചോദിച്ചോളൂ എന്തിനാണ് നിങ്ങൾ പൈസ കളഞ്ഞിട്ട്, കാരണം ഇപ്പോൾ അച്ഛന് ജോലി കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ വെറുതെ എന്തിനാ എടുത്തതെന്നൊക്കെ ചോദിച്ചാൽ അച്ഛന് അമ്മ അങ്ങനെ കിടന്ന് പറയണ്ടായിരുന്നു കേട്ടോ. അച്ഛന് പെൻഷൻ കിട്ടിയ പൈസ കൊണ്ടങ്ങനെ എടുത്തത്, ഞങ്ങളോടൊന്നും പറയാണ്ട് ആൾ പോയി എടുത്തതാട്ടോ മക്കൾക്ക് ഡ്രസ്സ്. അപ്പോൾ അച്ഛൻ അമ്മയുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട് കേട്ടോ, മാസത്തിലെല്ലാ മാസം നമുക്ക് തിരുവോണം ഉണ്ടാവും, പക്ഷെ നമ്മൾ ഈ തിരുവോണമല്ല നമ്മൾ ആഘോഷിക്കണമല്ലോ. അപ്പോൾ എൻ്റെ മക്കൾക്ക് ഞാൻ എന്തായാലും ഞാനുള്ളിടത്തോളം കാലം ഡ്രസ്സൊക്കെ എടുത്ത് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ ഉണ്ണികൾക്ക് ഡ്രസ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞിപ്പെണ്ണിന് ഒരു കുഞ്ഞി ഉടുപ്പ് എടുത്തുകൊണ്ട് വന്നപ്പോൾ അവൾക്കത് സെറ്റായില്ല, കാരണം ചെറുതാച്ചൻ അറിയില്ലല്ലോ നമുക്ക് എങ്ങനെ ഡ്രസ്സ് എടുക്കാന്നുള്ളത്. മക്കളുടെ ചെക്കന്മാർ 2 ഓക്കെയാണ് കേട്ടോ, പക്ഷെ മോളുടെ ശരിയായില്ല. അപ്പം ഞാനും മേമയും കൂടി എന്ത് ചെയ്തു, നമുക്ക് മാറ്റിയെടുക്കാമെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ വിചാരിച്ചിട്ടാണ് എന്തായാലും ഓണമല്ല, അപ്പോൾ നമുക്ക് പട്ടുപാവാട അങ്ങനത്തെ ഐറ്റംസ് എടുക്കാമെന്ന് വെച്ചാൽ. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഈ പറഞ്ഞ പോലെ എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഞാൻ അത് വലിപ്പമാണെന്ന് തോന്നിയ കാരണം അവിടെ എടുത്ത് വെച്ചത് കേട്ടോ. എന്നിട്ട് എടുത്തുകൊണ്ട് വന്നതും പെട്ട പോലെ ഇട്ടിരിക്കണം കേട്ടോ. അത് അവിടെ നിന്ന് വെച്ചിട്ട് ഞാനും മേമയൊക്കെ പറഞ്ഞ പോരായിരുന്നു കേട്ടോ, നമുക്ക് മടക്കി അടിക്കുക എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവൾക്ക് ഇട്ടപ്പോൾ നല്ല അല്ല, അവൾക്ക് കറക്റ്റ് സൈസാണ്. നമ്മൾ ഇനിയൊരു കഴുകലോ അല്ലെങ്കിൽ പിന്നെ ഒരു 2 മാസം കഴിഞ്ഞിട്ട് ഇടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് പറ്റില്ല. അങ്ങനത്തെ ഒരു ഇതാണ് വീണ്ടും എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി അത് അവർ മാറ്റിത്തരുമെന്ന് അറിയില്ല കേട്ടോ. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങി അത് കഴിഞ്ഞിട്ട് വന്നപ്പോൾ അവിടെ തൃക്കാരപ്പനെ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വാടാനപ്പള്ളി ചോദിച്ചപ്പോൾ വാടാനപ്പള്ളി ചോദിച്ചില്ല, വിട്ടുപോയി ഞാനത് അവിടെ നിന്ന് മേടിക്കാനായിട്ട്. ഇവിടെ വന്നപ്പോൾ അമ്മ പറഞ്ഞത് കേട്ടോ തൃക്കാരപ്പനെ മേടിച്ചോണ്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ നമ്മൾ പിന്നെ വാടാനപ്പള്ളിയിലേക്ക് നിന്നില്ല, നമ്മളെ അടുത്തുള്ള നമ്മളെ പള്ളിയുടെ അവിടുത്തെ ഷോപ്പിലേക്ക് പോയതാട്ടോ. അങ്ങനെ തൃക്കാരപ്പനെ വാങ്ങണതിൻ്റെ ഇടയിലാട്ടോ ഇവർക്ക് മറ്റേ മുഖംമൂടി ഉണ്ടല്ലോ പുലിയുടെ, അത് വേണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശി. അപ്പോൾ 2 ആൾക്കും അതും ഓരോന്ന് വാങ്ങിക്കൊടുത്തു. വെറുതെ ആട്ടോ ഇവർക്ക് വാങ്ങിക്കൊടുത്ത്. പിന്നെ അതൊരു ദിവസത്തേക്കുള്ള, എന്നാലും കുഴപ്പമില്ല, ഓണല്ലേ, അപ്പോൾ അവരുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് വെച്ചാൽ നടക്കട്ടെ എന്ന് വെച്ചു. അങ്ങനെ വീട്ടിൽ വന്നിട്ട് അന്നത്തെ ദിവസം കേട്ടോ എൻ്റെ അമ്മയ്ക്ക് എനിക്കങ്ങനെ വലിയ താല്പര്യം ഉണ്ടോയെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ തീരില്ല കേട്ടോ. പൂക്കളിടാനൊക്കെ പണ്ടൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോൾ കുട്ടികളായി പിന്നെ നമുക്ക് അതിനോടൊക്കെ ഉള്ളൊരു താല്പര്യം കുറയാന്നറിയില്ലേ. പക്ഷെ എൻ്റെ അമ്മയുണ്ടല്ലോ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചെയ്യുണ്ടായി. ഇപ്പോഴും എന്താ പറയുക, നമ്മൾ ഓരോ ഓണം വിഷു അങ്ങനത്തെ ഓരോ കാര്യങ്ങൾക്ക് ചെയ്യേണ്ട പഴയ ആൾക്കാർ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ, അതിപ്പോഴും മുടങ്ങാണ്ട് തന്നെ ചെയ്യണ്ട. പിന്നെ അതിൻ്റെ ഇടയിൽ പണി കിട്ടിയിട്ട് കേട്ടോ ഈ കാറ് കിടക്കണ കണ്ടില്ലേ, കാറ് ഞാൻ പറഞ്ഞില്ലേ അതിന് ബാറ്ററി ഇതായിട്ട് എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത അവസ്ഥയിലായി പോയിട്ട് ഞാൻ അത് വല്ല തള്ളി നീക്കേണ്ടി വരും. തള്ളി നീക്കാൻ നമുക്ക് പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ പിന്നെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ വെക്കുമല്ലോ അത്. അപ്പോൾ ഒരു രക്ഷയില്ല. ഇനി അത് സനുവിൻ്റെ സാലറി വന്നതിന് ശേഷമാണ് അതൊന്ന് തൊടാൻ പറ്റുള്ളൂ. അതാട്ടാ കാർ ഇങ്ങനെ അടുത്ത് കിടക്കണം. എൻ്റെ കുഞ്ഞിപ്പെണ്ണ് അതേട്ടാ ഫുൾ ഹാപ്പി ആയിരുന്നു ആൾ ഇതിൻ്റെ ഇടയിൽ ഇരിക്കണതും ഒക്കെ. എന്താ പറയുക, വാശി കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞിപ്പെണ്ണേ പാത്തിച്ച് ഷാമിനെ വിളിക്കൂട്ടി. സ്വാമി അയ്യപ്പനായ ദൈവമേ, ദൈവമൊക്കെ മാറിപ്പോയി.
തൃക്കാരപ്പനൊക്കെ വെച്ചതിന് ശേഷം എൻ്റെ അമ്മ പഴയ കാലങ്ങൾ ഓർമ്മ തോന്നുന്നുണ്ട്. അവരെ ചെറുപ്പത്തിലൊക്കെ നല്ല പാട്ടായിരുന്നു. പാട്ട് തട്ടഞ്ഞ് എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ കുറേ പാട്ടും കഥകളൊക്കെ പഴയത് അറിയാട്ടോ. എൻ്റെ അമ്മാമ ഇതുപോലെ തന്നെയായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അമ്മാമ്മ മറന്നു കേട്ടോ. ഇപ്പം അമ്മാമ ഇല്ല. അത് കഴിഞ്ഞിട്ട് പിറ്റത്തെ ദിവസമായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഓണത്തിന് കാലത്ത് തന്നെ ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ടുണ്ട് കേട്ടോ. മേമേനായിട്ടാണ് പോയത്. നമ്മൾ ആയിരങ്ങണി അമ്പലമാണ്. നമ്മൾ ഓണാണെങ്കിലും വിഷു ആണെങ്കിലും എന്താഘോഷമാണെങ്കിലും നമ്മൾ ആയിരങ്ങണി അമ്പലത്തിൽ എത്തിയിരിക്കും. അത് ഒരു മാറ്റില്ലാത്ത കാര്യം കേട്ടോ. പിന്നെ അത്രയും പറ്റാണ്ടാവണം. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അമ്പലത്തിലൊക്കെ ഇരുന്നതിന് ശേഷം അവിടെ പുലിയും ഞാൻ പറഞ്ഞ് ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാ പ്രാവശ്യവും എന്താ പറയുക, കൃഷ്ണനാവണമെന്നും പുലിയാവണമെന്നൊക്കെ ഒരാളില്ല കേട്ടോ ഈ ഭാഗത്ത്. അപ്പോൾ സഞ്ജു ആളാണ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആളുടെ കൂടെ കുറച്ച് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം അമ്പലത്തിൽ നിന്ന് തിരിച്ചു വന്ന് പിന്നെ അമ്മേനെ കുറച്ച് ഹെൽപ്പ് ചെയ്യാൻ നിന്നു കേട്ടോ. ഹെൽപ്പ് ചെയ്യലെന്ന് പറഞ്ഞാൽ അമ്മ തന്നെ കറിയൊക്കെ വെച്ച് നമ്മളെ എല്ലാം മുറിക്കലും ഇങ്ങനെ പപ്പടം വറക്കണം, അങ്ങനെ അല്ലറ ചില്ലറ കാര്യങ്ങൾ കേട്ടോ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അമ്മ തന്നെ ചെയ്തിട്ടുണ്ടായി. നമ്മൾ സാമ്പാറല്ല കേട്ടോ ഉണ്ടാക്കിയത്. സാമ്പാറിന് പകരം എന്താ പറയുക, പരിപ്പ് മുരിങ്ങക്കായ, അതുപോലെ കൂട്ടുകറി, ഇഞ്ചിമ്പുളിയ പിന്നെ മുന്നേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കറികൾ, കുറച്ച് ഐറ്റംസ് ഉള്ളൂ. പായസം 2 ഉണ്ടായിരുന്നു കേട്ടോ. ഒന്ന് അമ്മ ഉണ്ടാക്കിയതാണ്, സേമിയോ. അത് നാളികേരപ്പാൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സച്ചുവിൻ്റെ വക പാലടി ഉണ്ടായിരുന്നു കേട്ടോ. ഇത് 2 ഉണ്ടായിരുന്നത്. അങ്ങനെ ഫുഡടിയൊക്കെ കഴിഞ്ഞ് നല്ല ഒരു ഉറക്കം പാസ്സാക്കിയിട്ട്. കാരണം നമ്മൾ കുറേ മധുരമൊക്കെ കഴിച്ചിരുന്ന ഒരു 10 പിടിക്കാന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ പോയിരുന്നു അതൊക്കെ കഴിച്ച് ഇച്ചാമ കുച്ചും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പറഞ്ഞു നമുക്ക് വൈകിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഗുരുവായൂർ അമ്പലത്തിൽ പോയതാട്ടോ. ഈ ആദ്യമായിട്ടാട്ടോ എനിക്ക് ഗുരുവായൂർ അമ്പലത്തിൽ ചെന്നിട്ട് ചോറ് കിട്ടിയില്ല എന്ന് പറയില്ലേ. നമ്മൾ ക്യൂവിൽ നിന്ന് അവസാനം എത്താറായപ്പോൾ പറഞ്ഞു പ്രസാദം തൊട്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോരേണ്ട അവസ്ഥയാട്ടോ. ഫസ്റ്റ് ടൈമാണ് ലൈഫിൽ കേട്ടോ. അങ്ങനെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ എന്താ പറയുക ഓണത്തിൻ്റെതായ ചെറിയ വിശേഷങ്ങൾ അങ്ങനെ കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.